ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എല്ലാവിധ പീഡകളും ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പീലാത്തോസ് അവൻ്റെ മുമ്പിൽ തൻ്റെ അധികാരത്തെക്കുറിച്ച് വീമ്പിളക്കുകയായിരുന്നു. ആ സമയത്തും കർത്താവായ യേശുക്രിസ്തു ക്ഷമയോടെ പ്രതികരിക്കുന്നത് നാം കാണുന്നു. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ദൈവം ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: മുകളിൽ നിന്ന് നിനക്ക് ലഭിച്ചിരുന്നില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു. ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും എന്ത് അധികാരവും നൽകിയിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിൽ നിന്നാണ്. എല്ലാ അധികാരങ്ങളും എല്ലാ ഭരണവും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. മനുഷ്യൻ തൻ്റെ പാപം നിമിത്തം ദൈവത്തിൻ്റെ ഈ അധികാരത്തെ നിന്ദിക്കുകയും ദൈവത്തിന് നൽകേണ്ട മഹത്വം കൊടുക്കുകയും ചെയ്യുന്നില്ല. ദൈവത്തിന് നന്ദി പറയാതെ അവൻ തന്നെ മഹത്വപ്പെടുത്തുന്നു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി വ്യർത്ഥമായി ചിന്തിക്കുകയും ദൈവത്തിന് യോഗ്യമായ സ്തുതി നൽകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ അശുദ്ധിയിലേക്ക് വിട്ടു. അവർ അർഹിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ്. എന്നാൽ മഹാസ്നേഹവാനായ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഓമനപുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയും. പാപത്തിൻ്റെ ശിക്ഷാവിധിയായ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരു ദൈവവൈതലായി തീരുവാനായിട്ട് സാധിക്കും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.